ജാസ്മിൻ ഡേയ്സ് അല്ലേ? നമ്മുടെ ബെന്നി ഡാനിയൽ എന്ന ബെന്യാമിന് JCB പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ജാസ്മിൻ ഡേയ്സ്. ആരാണ് ജാസ്മിൻ ഡേയ്സ് വിവർത്തനം ചെയ്തത്? അപ്പോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു മാതൃകാ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും പഠിത്തം ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൃത്യമായിട്ട് ആൻസർ എഴുതുന്നുണ്ട്. പക്ഷെ എല്ലാവരും മാർക്ക് അയച്ചു തരുന്നതിൽ വല്ലാത്തൊരു വിമുഖതയാണ് കാണിക്കുന്നത്. അത് മാറ്റണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരും സ്ഥലവും മാർക്കും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പുതിയ മാതൃകാ ചോദ്യ പേപ്പറിലേക്ക് കടക്കുന്നത്. അക്കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാകണം. അപ്പോൾ പുതിയൊരു ചോദ്യ പേപ്പറിലേക്ക് സ്വാഗതം. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ നിങ്ങളുടെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിതിൻ ജോസിയാണ്. 15ൽ 15 മാർക്ക്. ആദ്യമായിട്ട് ഒരു ഫുൾ മാർക്ക് നേടിയ വ്യക്തിയാണ്. നമ്മുടെ ഇതുവരെയുള്ള അല്ലെങ്കിൽ ഒരു 5 മാതൃകാ ചോദ്യ പേപ്പർ ചർച്ച ചെയ്തപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ഫുൾ മാർക്കിനെ കിട്ടി. ജിതിൻ ജോസിക്ക് എല്ലാവിധ ഭാവുകങ്ങളും. തൊട്ടുപുറകിൽ തന്നെ ആരൊക്കെയുണ്ട്? പ്രിൻസി ജയൻ 14 മാർക്കുമായിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഷിയാസ് തിരുവനന്തപുരത്തിനും എത്രയുണ്ട്? 15ൽ 14 മാർക്കുണ്ട്. വളരെ സന്തോഷം. അതുകൂടാതെ തൊട്ടുപുറകിൽ തന്നെ ലുബാന ആസ്മി 13 മാർക്ക്, സായി കോട്ടയം 13 മാർക്ക്, പിന്നെ ദിവ്യ മുരളി 13 മാർക്ക്, ജുനൈദ് മലപ്പുറം 13 മാർക്ക് എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ്. ബാക്കിയുള്ളവരുടെ മാർക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. അൻസയ്ക്ക് 12 മാർക്കാണുള്ളത്. കോഴിക്കോടുള്ള സബീനയ്ക്ക് 8 മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടല്ലോ. റൈഹാന ഒറ്റപ്പാലം 8 മാർക്ക്, അബ്ദുള്ളയ്ക്ക് 12 മാർക്ക്, വിനീത വിജയകുമാർ 9 മാർക്ക്, മൈമുനയ്ക്ക് 8 മാർക്ക്, പിന്നെ വിഷ്ണു കൊടുങ്ങല്ലൂര് 11 മാർക്ക്, രമ്യ രാജന് 10 മാർക്ക്, ആഷിക പാലക്കാട് 7 മാർക്ക്, കൊല്ലം പ്രണവ് 7 മാർക്ക്, ആതിര അനൂപിനും അതുപോലെ ശില്പ പാലക്കാട് 2 പേർക്കും 12 മാർക്ക്, കോട്ടയം രഞ്ജിനി 10 മാർക്ക്, കാസർഗോഡ് നിന്നുള്ള ജോഷ്ന 11 മാർക്ക്, റാണി കോട്ടയം 12 മാർക്ക്, ഹുദ ഇ ഹസൻ വളാഞ്ചേരി 12 മാർക്ക്, നിഖില എറണാകുളം 11 മാർക്ക്, സുഫൈറ കോഴിക്കോട് 6 മാർക്ക്, സബീന കൊല്ലം 10 മാർക്ക്, ശ്യാം കരുനാഗപ്പള്ളി 10 മാർക്ക്, ഷമീന പുനലൂര് 9 മാർക്ക്, മുഹ്സിന എറണാകുളം 9 മാർക്ക്, അജിത്ത് പാലക്കാട് 9 മാർക്ക്, നിമിഷ തിരുവനന്തപുരം 8 മാർക്ക്, ഷിംജുവിന് 6 മാർക്ക്, കോഴിക്കോട് നിന്നുള്ള ഷാനയ്ക്ക് 8 മാർക്ക്, അഞ്ജലി KR പാലക്കാട് 12 മാർക്ക്, പാലക്കാട് നിന്ന് തന്നെയുള്ള ബിന്ദു 12 മാർക്ക്, ശാരി തൃശ്ശൂര് 9 മാർക്ക്, അപർണയ്ക്ക് 8 മാർക്ക്, തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള കൃഷ്ണയ്ക്ക് 12 മാർക്ക്, ശ്രീരാജ് കുന്നത്തൂര് 9 മാർക്ക്, അഫ്രീന പാലക്കാട് 7 മാർക്ക്, സഞ്ജയ് കണ്ണൂര് 10 മാർക്ക്, സുജിത്തിന് 10 മാർക്ക്, ഷബാന തിരുവനന്തപുരം 8 മാർക്ക്, ദേവി സുരേഷ് പാലക്കാട് 8 മാർക്ക്, അഞ്ജുവിന് 10 മാർക്ക്, പാലക്കാട് നിന്നുള്ള വിഘ്നേഷിന് 11 മാർക്ക്, സൗമ്യ നെടുമങ്ങാട് 10 മാർക്ക്, ശ്രേയ മലപ്പുറം 9 മാർക്ക്, സുസ്മിത തൃശ്ശൂര് 12 മാർക്ക്, മെറിൻ KM 9 മാർക്ക്, ഫെബിൻ തിരുവനന്തപുരം 7 മാർക്ക്, സിതാര എറണാകുളം 11 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ സ്കോർ നില. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ എത്രമാത്രം ഡെവലപ്പ് ചെയ്തു എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. പിന്നെ അടുത്ത ചോദ്യ പേപ്പറിലേക്ക്, ഇന്നത്തെ ചോദ്യ പേപ്പറിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ ചെറിയൊരു പിശക് സംഭവിച്ചിരുന്നു. അത് 15ാമത്തെ ചോദ്യത്തിലായിരുന്നു. മലയാളത്തിലെ എഴുത്തുകാരുടെയും തൂലികാ നാമങ്ങളുടെയും പട്ടികയിൽ ശരിയല്ലാത്തതേത് എന്നായിരുന്നു ചോദ്യം. പക്ഷേ ഞാൻ ശരിയായതാണ് മാർക്ക് ചെയ്തിരുന്നത്. ക്ഷമിക്കുക, ചെറിയൊരു പിശക് സംഭവിച്ചതാണ്. ഞാൻ ഓപ്ഷൻ D ആണ് കൊടുത്തിരുന്നത്. ഓപ്ഷൻ D അല്ല, ഓപ്ഷൻ A ആണ് ശരിയായ ഉത്തരം. പലരും അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. വളരെ സന്തോഷം. അപ്പൊ അങ്ങനെ ഒരു തിരുത്ത് കഴിഞ്ഞ ചോദ്യ പേപ്പറിലുണ്ട് എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ചോദ്യ പേപ്പറിലേക്ക് കിടക്കാം. 6ാമത്തെ മാതൃകാ ചോദ്യ പേപ്പറിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും ഉണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ആരുടേതാണ് ഈ വരികൾ എന്ന ചോദ്യം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റേതാണ്.
പക്ഷേ ചോദ്യം അതല്ല, ഏത് കൃതിയിലെ വരികളാണിത് എന്നാണ്. മാമ്പഴം, വിഷുക്കണി, മകരക്കൊയ്ത്ത്, കന്നിക്കൊയ്ത്ത്. ശരിയായ ഉത്തരം ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളുക. അതിനുശേഷം കമന്റ് ചെയ്യേണ്ട, ശരിയായ ഉത്തരം കമന്റ് ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതൊന്ന് മാർക്ക് ചെയ്താൽ മതി. 1 എന്ന് നമ്പർ ഇട്ടിട്ട് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ശരിയായ ഉത്തരം എന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിഷാദാമഗ്നൻ എന്ന വാക്ക് വിഗ്രഹിക്കുക. വിഷാദത്തിന്റെ ആമഗ്നതയിലെത്തിയവൻ, വിഷാദത്തിൽ ആമഗ്നനായവൻ, വിഷാദവും ആമഗ്നതയും ഉള്ളവൻ, വിഷാദത്താൽ ആമഗ്നനായവൻ. ഇതിലേതാണ് ശരിയായ വിഗ്രഹം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഉത്തരം എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് കിടക്കാം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: വേറിട്ട് നിൽക്കുന്നത് കണ്ടെത്തുക. കന്മദം, നെന്മണി, 800, 8000. ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ആരാണ് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, കിട്ടിയല്ലോ. നാലാമത്തെ ചോദ്യം ഇതാണ്: ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏത്? 1995, 2005, 2006, 2007. ഇതിൽ ഏത് വർഷമാണ് ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? കിട്ടിയല്ലോ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ജെ ദേവിക, ഷഹനാസ് ഹബീബ്, പ്രിയ AS, ഫാത്തിമ EV. ഇതിൽ ആരാണ് അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? കിട്ടിയല്ലോ. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന ചലച്ചിത്രത്തിന് ആധാരമായ കഥ രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ബഷീർ, ഓപ്ഷൻ ബി സക്കറിയ, ഓപ്ഷൻ സി MT വാസുദേവൻ നായർ, ഓപ്ഷൻ ഡി തകഴി ശിവശങ്കരപിള്ള. ഇതിൽ ആരുടെ കഥയാണ് വിധേയൻ എന്ന ചലച്ചിത്രത്തിന് ആധാരമായത് എന്നാണ് ചോദ്യം. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: ശൈലിയുടെ അർത്ഥം കണ്ടെത്തുക. അധരവ്യായാമം. എന്താണ് അധരവ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം? ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക, തിടുക്കത്തിൽ കൃത്യം നിർവഹിക്കുക, കാലം തെറ്റി പ്രവർത്തിക്കുക, പ്രയോജനമില്ലാത്ത സംസാരം. ഇതിൽ ഏതർത്ഥമാണ് അധരവ്യായാമം എന്ന ശൈലിയോട് ഒക്കുന്നത്? എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: പർവ്വതത്തിന്റെ പര്യായങ്ങൾ മാത്രമടങ്ങിയ ഗണം കണ്ടെത്തുക. നഗം, അജലം, ഗിരി, ഭൂതരം, ശൈലം. ഇതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി അദ്രി, ശൈലം, ഗിരി, ലലാമം, ആഹവം. ഓപ്ഷൻ സി അടവി, കാന്താരം, നഗം, അജലം, ശൈലം. ഓപ്ഷൻ ഡി ദ്രുമം, ഭൂതരം, ശൈലം, അചലം, മയൂഖം. ഇതിൽ പർവ്വതത്തിന്റെ പര്യായങ്ങൾ മാത്രമടങ്ങിയ ഗണം കണ്ടെത്താനാണ് ചോദ്യം. കണ്ടെത്തിയല്ലോ. കടക്കാം ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക്. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത് എന്നതാണ് ഒൻപതാമത്തെ ചോദ്യം. ഓപ്ഷൻ എ കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവാണ്. ഓപ്ഷൻ ബി കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. ഓപ്ഷൻ സി നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഓപ്ഷൻ ഡി മേഴത്തൂർ അഗ്നിഹോത്രിയുടെ തായ്വഴിയിൽപ്പെട്ട വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. ഇതിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത് എന്നതാണ് ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം പൂർണ്ണമാകുന്നതിന് മുൻപ് സൃഷ്ടാവ് എന്ന് എഴുതിയിരിക്കുന്നതിൽ ഒരു പിശക് സംഭവിച്ചിട്ടുണ്ട്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സൃഷ്ടാവ് അല്ല, സ്രഷ്ടാവ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. ഓക്കെ, പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ്? തദ്ധിതത്തിന് ഉദാഹരണം: ഓട്ടം, കേമത്തം, നടത്തം, പഠിത്തം. ഇതിൽ തദ്ധിതത്തിന് ഉദാഹരണം കണ്ടെത്തുക. കിട്ടിയല്ലോ. 11ാമത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിന് വച്ചുകൊടുത്തു. ഓപ്ഷൻ ബി മാത്യുവിന് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ വച്ചുകൊടുത്തു. ഓപ്ഷൻ സി
മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വച്ചുകൊടുത്തു. അവസാനത്തെ ഓപ്ഷൻ വാസുദേവന്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വച്ചുകൊടുത്തു. ഇതിലേതാണ് ശരിയായ വാക്യം എന്നതാണ് 11ാമത്തെ ചോദ്യം. ഉത്തരം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കടക്കാം 12ാമത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ സേതു, ഓപ്ഷൻ ബി പി വത്സല, ഓപ്ഷൻ സി എസ് കെ വസന്തൻ, ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പി. ഇതിൽ ആർക്കാണ് 2023 ഏറ്റവും ഒടുവിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്നതാണ് ചോദ്യം. 13ാമത്തെ ചോദ്യം ഇതാണ്: NN കക്കാട് എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയ വ്യക്തി ആര്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഓപ്ഷൻ ബി നാരായണൻ നമ്പൂതിരി, ഓപ്ഷൻ സി വിഷ്ണു നമ്പൂതിരി, ഫൈനലി നാരായണൻ നായർ. ഇതിൽ ആരാണ് NN കക്കാട്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ 13 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, 15 എണ്ണമില്ല, 13 ചോദ്യങ്ങളേ ഉള്ളൂ. ഇവിടം കൊണ്ട് ചോദ്യം അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതി ഇരിക്കുകയാണെങ്കിൽ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഉത്തര സൂചികയിലേക്കാണ്. നിങ്ങൾ മുഴുവൻ ചോദ്യങ്ങൾ ഉത്തരം എഴുതിയതിന് ശേഷം മാത്രം അടുത്ത സ്ലൈഡിലേക്ക് കടക്കുക. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് കടക്കുന്നു. ഉത്തര സൂചിക ഇപ്രകാരമാണ്. 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. എഴുതിയിരിക്കുന്ന ഉത്തരം ശരിയാണോ എന്ന് ഇപ്പൊ തന്നെ മാർക്ക് ചെയ്തോണേ. 1 ബി, 2 ബി, 3 ഡി, 4 ഡി, 5 സി, 6 ബി, 7 ഡി, 8 എ, 9 സി, 10 ബി, 11 സി, 12 സി, 13 ബി. അങ്ങനെ 13 ചോദ്യങ്ങളുടെ ഉത്തരവും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് 13ൽ എത്ര മാർക്ക് കിട്ടി ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കാം. ഓക്കെ, ശരി, ലെറ്റ്സ് ബിഗിൻ. 1ാമത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഏത് കൃതിയിലേതാണ് ഈ വരികൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിഷുക്കണിയാണ് ശരിയായ ഉത്തരം. വിഷുക്കണി എന്ന കൃതിയിലെ വരികളാണിത്. വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് ഇതിന്റെ കർത്താവ്. ഓക്കെ, അപ്പോ നമ്മുടെ പരീക്ഷയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വരികൾ എന്ന നിലയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. നോക്കിക്കേ, പടയാളികൾ എന്ന കൃതിയിലെ വരികൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. പാതിരാക്കോഴി വിളിപ്പതും കേൾക്കാതെ പാടത്തു പുഞ്ചയ്ക്ക് തേവുന്നു 2 പേർ, ഒന്നൊരു വേട്ടുവൻ മറ്റേതവൻ വേട്ട പെണ്ണിവർ പാരിന്റെ പാദം പണിയുവോർ. ഏത് കൃതിയിലെ വരികളാണ്? പടയാളികളാണ്. രചിച്ചത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ തന്നെ. അടുത്തത് ഇദ്ദേഹത്തിന്റെ തന്നെ നമ്മുടെ വിഷുക്കണിയിലെ ഏതാനും വരികൾ അല്ലെ, കൈപ്പവല്ലരി എന്ന കാവ്യസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വിഷുക്കണി എന്ന കവിതയിലെ ഏതാനും വരികൾ നമുക്കൊന്ന് പരിശോധിക്കാം. വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ, നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്നമാം സ്വാദും, വയലിൻ കച്ചിപ്പുക മണവും, സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പൻ താടിതൻ ചാഞ്ചാട്ടവും, കശുവണ്ടിതൻ കൊച്ചു കോമാളിച്ചിരിയും, കൺമഷി ചിന്നിയ കുന്നിമണിതൻ മന്ദാക്ഷവും, കടലിൻ മാറത്തു നിന്നുയരും കാറ്റിൽ തെങ്ങിൽ മടലിൽ പച്ചോലകൾ കല്ലോലമിളക്കുമ്പോൾ, വെട്ടിയ കുളങ്ങൾ തൻ പഞ്ചാര മണൽ തട്ടിൽ വെട്ടവും നിഴലും ചേർന്നിയലും നൃത്തങ്ങളും, ഞാൻ അനുഭവിക്കയാണ് ഓർമ്മയിൽ ചുടുവെയിലിൽ സാനന്ദം കളിച്ചാർക്കും തോഴർത്തൻ ഘോഷങ്ങളും, തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കുമ നാടൻ ചക്കിൻ സ്നിഗ്ധമാം ഞെരക്കവും, മഴയെ പുകഴ്ത്തട്ടെ മണ്ടൂകം മാവിൻ ചുന മണക്കും മേടത്തിന്റെ മടിയിൽ പിറന്ന ഞാൻ. കവിത അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഇതാണ് വിഷുക്കണി എന്ന കൃതിയിലെ ഏതാനും വരികൾ. പിന്നെ മറ്റൊന്ന് ചോദിച്ചിട്ടുള്ളത് പന്തങ്ങളാണ്. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ, ഏറിയ തലമുറ ഏന്തിയ പാരിൻ
വാരുളി മംഗള കന്തങ്ങൾ എന്ന് പാടിയതും ആര് തന്നെയാണ്? പന്തങ്ങൾ എന്ന കവിതയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹരമായ കവിതയാണ് കാക്ക. 1940കളിലാണ് ഇത് എഴുതിയത്. ഇരുട്ടിന്റെ കറുപ്പിന്റെ ആശയം വ്യക്തമാക്കി തരുന്ന ആ മനോഹരമായ കവിതയിലെ ഏതാനും വരികൾ പരിശോധിക്കാം. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിൻ ഉറ്റതോഴി, ചീത്തകൾ കൊത്തി വലിക്കുകിലും ഏറ്റവും വൃത്തി വെടുപ്പെഴുന്നോൾ, കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവോൾ എന്ന വരികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാക്ക എന്ന കവിതയിലാണ്. എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ തന്നെ. അപ്പോൾ ഇത്രയുമാണ്. ഒരെണ്ണം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. കന്നിക്കൊയ്ത്തിലെ ഏതാനും വരികൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതാണ്. പൊന്നുഷസിന്റെ കൊയ്ത്തിൽ നിന്നൂരിച്ചിന്നിയ കതിർ ചുറ്റും കിടക്കെ മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാ നാടക ഭൂവിൽ, കെട്ടിയ മുടി കച്ചയാൽ മൂടി ചുറ്റിയ തുണി ചായ്ച്ചൊന്നു കുത്തി, വെറ്റില ചവച്ചുന്മാദമോളം വെട്ടിടും അരിവാളുകളേന്തി, ഒന്നിച്ചാ നമ്രമെയ്യോടെ നിൽപ്പു കന്നിപ്പാടത്ത് കൊയ്ത്തുകാർ നീളെ, നൽപുലർക്കാല പാടലവാനിൽ ശുഭ്രമേഘ പരമ്പര പോലെ, നിർദ്ദയം മെതിച്ചി വിളവുണ്മാൻ മൃത്യുവിനേകും ജീവിതം പോലും, വിത്തോരിത്തിരി വയ്ക്കുന്നു വീണ്ടും 10 ഇരട്ടിയായി പൊൻവിളയിപ്പാൻ, കന്നിനാളിലെ കൊയ്ത്തിനു വേണ്ടി മഞ്ഞിലാദിയിൽ നട്ട വിത്തെല്ലാം പൊന്നല അലച്ചെത്തുന്നു നോക്കൂ പിന്നെ എത്രയോ കൊയ്ത്തുപാടത്തിൽ, ഹാ വിജിഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്തുവാൻ. കന്നിക്കൊയ്ത്ത് എന്ന കവിതയിലെ വരികളാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മറ്റൊരു മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ്. ഇതിൽ നിന്നല്ലാതെ മറ്റൊരു വരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ്. വരി ഇപ്രകാരമാണ്: പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടിടാം. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ യഥാർത്ഥ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതിയിലെ വരികളാണ്. ഏത് കൃതിയിലേതാണ് ഈ വരികൾ എന്ന് കമന്റ് ചെയ്യാവോ? പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടിടാം. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കരുതേ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിഗ്രഹിക്കുക. വിഷാദാമഗ്നൻ. ഇത് ശരിയായ വിഗ്രഹം ഏതാണ്? വിഷാദത്തിൽ ആമഗ്നനായവൻ എന്നാണ്. ആമഗ്നനാകുക എന്ന് പറഞ്ഞാൽ മുങ്ങുക, മുഴുകുക എന്നൊക്കെയാണ് പ്രയോഗത്തിനർത്ഥം. വിഷാദം ഡിപ്രഷനാണ്. അപ്പോൾ വിഷാദാമഗ്നൻ, വിഷാദത്തിൽ ആമഗ്നനായവൻ എന്നുള്ളതാണ് ശരിയായ വിഗ്രഹിക്കൽ. കിട്ടിയല്ലോ. അപ്പോൾ ഇതുപോലെ വിഗ്രഹിക്കലുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. നോക്കിക്കേ, 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് 8ാമത്തെ പാഠഭാഗത്ത് നിന്ന് 2ാം ക്ലാസ്സിലെയാണ് കേട്ടോ, 2ാം ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. യൂട്യൂബിൽ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് സീരീസിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാണ്. പക്ഷേ എല്ലാ ക്ലാസ്സുകളിലെയും മലയാള പാഠപുസ്തകത്തിലെ ഇത്തരത്തിലുള്ള എക്സർസൈസുകൾ നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. ഇപ്പോ ഏതാനും ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. കാട്ടുചെമ്പകം എങ്ങനെ വിഗ്രഹിക്കണം? കാട്ടിലെ ചെമ്പകം, പച്ചിലക്കാടുകൾ, പച്ചിലകൾ നിറഞ്ഞ കാടുകൾ. പൊന്നുരുന്തിപ്പുഴ, പൊന്നുരുന്തി എന്ന പുഴ. ചാരക്കൂന, ചാരത്തിന്റെ കൂന. അങ്ങനെയാണ് വിഗ്രഹിക്കേണ്ടത്. പിന്നെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി. മഹാസിദ്ധൻ എങ്ങനെ വിഗ്രഹിക്കാം? മഹത്തായ സിദ്ധിയുള്ളവൻ. മഹർഷി എങ്ങനെയാ വിഗ്രഹിക്കേണ്ടത്? മഹാനായ ഋഷി എന്നാണ് വിഗ്രഹിക്കേണ്ടത്. മഹാകവി മഹാനായ കവിയാണ്. മഹജ്ജീവിതം മഹത്തായ ജീവിതമാണ്. സ്നേഹധനൻ, സ്നേഹം ധനമായിട്ടുള്ളവനാണ്. ചിരഞ്ജീവി, ചിരകാലം, അതായത് എല്ലാ കാലവും ജീവിക്കുന്നവൻ എന്നാണ് പ്രയോഗത്തിനർത്ഥം. മനഃശാസ്ത്രജ്ഞൻ, മനഃശാസ്ത്രം അറിയുന്നവൻ എന്നാണ് പ്രയോഗത്തിനർത്ഥം. പിന്നെ വിദ്യാർത്ഥി, വിദ്യ അർത്ഥിക്കുന്നവൻ, അർത്ഥിക്കുക, യാചിക്കുക. പിന്നെ വിശ്വമോഹനം, വിശ്വത്തെ മോഹിപ്പിക്കുന്നത്. തപോധനൻ ആരാണ്? തപസ് ധനമായിട്ടുള്ളവനാണ് തപോധനൻ. കിട്ടിയല്ലോ. കുറച്ച് വിഗ്രഹിക്കലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: വേറിട്ട് നിൽക്കുന്നത് കണ്ടെത്തുക. കന്മദം, നെന്മണി, 800, 8000
ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 8000 ശരിയായ ഉത്തരം. എന്തുകൊണ്ട് 8000 വേറിട്ട് നിൽക്കുന്നു? നോക്കിക്കേ, കന്മതം എങ്ങനെയാ വിഗ്രഹിക്കേണ്ടത്? കൽ അധികം മതമാണ് കന്മതമാകുന്നത്. ഇവിടെ ആദേശ സന്ധിയാണ്. എന്തുകൊണ്ടാണ്? ലാ പോയി, അതുപോലെ നാ വന്നു. ഒന്ന് പോയിട്ട് ഒന്ന് വന്നാൽ അതിനെ എന്ത് വിളിക്കാം? ആദേശ സന്ധി എന്ന് വിളിക്കാം. അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കിക്കേ, ഇതേ സന്ധി നിയമം പാലിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് നെന്മണി. നെൽ അധികം മണി ചേർത്തെഴുതുമ്പോ നെൻ അധികം മണി എന്ന് കിട്ടുന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ ലാ പോയിട്ട് നാ വന്നതുകൊണ്ട് ഏത് സന്ധിയാണ്? ആദേശ സന്ധിയാണ്. ഇവിടെ നോക്കിക്കേ, എൺ അധികം 100 800. ഇവിടെ എന്തു മാറ്റമാണ് സംഭവിച്ചത്? നാ എന്ന ശബ്ദം അങ്ങനെ തന്നെയുണ്ട്, പക്ഷെ 100 എന്ന് പറയുന്നിടത്തെ നാ എന്ന ശബ്ദം പോയിട്ട് പിന്നെ എന്തു വന്നു? മറ്റൊരു നാ വന്നിരിക്കുന്നു. നാ പോയിട്ട് നാ വന്നതുകൊണ്ട് ഏത് സന്ധിയാണ്? ആദേശ സന്ധി തന്നെയാണ്. പക്ഷെ ഇതിൽ നിന്ന് ഭിന്നമാണ് 8000 എന്നുള്ളത്. എൺ അധികം 1000 8000. ഇവിടെ ഒരു നാ എന്ന വർണ്ണമേ ഉള്ളൂ. ചേർത്തെഴുതിയപ്പോൾ അത് 2 നകാരമായിരിക്കുന്നു. നാ എന്ന വർണ്ണം ഇരട്ടിച്ചതിനാൽ 8000 മാത്രം ദ്വിത്വസന്ധിക്ക് ഉദാഹരണം. ബാക്കി 3 ആദേശ സന്ധിയാണ്. അതുകൊണ്ടാണ് 8000 വേറിട്ട് നിൽക്കുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്? 2007 ആണ്. ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചത് ഏതു വർഷം തന്നെയാണ്? 2007 തന്നെയാണ്. അങ്ങനെയെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മറ്റ് മലയാള സാഹിത്യകാരന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. 1965 ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. മലയാള സാഹിത്യത്തിലേക്ക് രണ്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിത്തന്ന വ്യക്തിയാണ് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്ട് എന്ന SK പൊറ്റേക്കാട്ട്. അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. മൂന്നാമത് മലയാള സാഹിത്യത്തിലേക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിത്തന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കരപിള്ള. അദ്ദേഹത്തിന് 84 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഒരു കൃതിക്കല്ല, പിന്നെയോ അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ് എന്ത് കിട്ടിയത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1981 വരെ മാത്രമാണ് ഒരു കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തിട്ടുള്ളത്. 1982 മുതൽ ജ്ഞാനപീഠ പുരസ്കാരത്തിന് സമഗ്ര സംഭാവനയാണ് പരിഗണിക്കുന്നത്. മലയാള സാഹിത്യത്തിലേക്ക് നാലാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിത്തന്ന വ്യക്തി ആരാണ്? MT വാസുദേവൻ നായർ. 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2007 ONV കുറുപ്പിന് സാഹിത്യ ലോകത്തിന് നൽകിയ മികച്ച സംഭാവനകളെ മാനിച്ചുകൊണ്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. മലയാള സാഹിത്യത്തിൽ ഇതുവരെ ലഭ്യമായിട്ടുള്ളതിൽ അവസാനം ജ്ഞാനപീഠം നേടിയ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഇങ്ങനെ 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ശരിയായ ഉത്തരം പ്രിയ AS ആണ്. പ്രിയ ASന് വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഈ പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് ലഭിക്കുകയുണ്ടായി. ചെറിയ കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന പേരിലാണ് അവരത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. നമുക്കിവിടെ കാണാം അല്ലെ, ചെറിയ കാര്യങ്ങളുടെ അല്ല, കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന പേരിൽ ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഇവിടെ പേരെഴുതിയിട്ടുണ്ട് കേട്ടോ. അത് തീരെ ചെറുതായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് വലുതാക്കി നോക്കിയാൽ കാണാം. അരുന്ധതി റോയിയുടെ കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ അഥവാ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പ്രിയ AS ആണ്. ഒരു ചെറുകഥ അത്യന്തം സന്തോഷത്തോടും ആർദ്രതയോടും വൈദഗ്ധ്യത്തോടും കൂടി പറഞ്ഞിരിക്കുന്നു എന്നാണ് ദ പയനിയർ ഇതിനെ വിലയിരുത്തിയത്. അതുപോലെ ഡെയിലി ടെലഗ്രാഫോ ദേശീയതയുടെയും ജാതി മതങ്ങളുടെയും ആവരണങ്ങളെ ഇത്ര ഫലപ്രദമായി ഭേദിച്ചുകൊണ്ട് മാനവികതയുടെ നഗ്നമേനിയെ വെളിച്ചത്തു കൊണ്ടുവരുന്ന ഒരു പുസ്തകം വളരെ അപൂർവമായി മാത്രമേ കാണുകയുള്ളൂ എന്നാണ് ഡെയിലി ടെലഗ്രാഫ് ഈ പുസ്തകത്തെക്കുറിച്ച് പ്രതികരിച്ചത്. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതി കൂടിയാണ് ഏത്?
ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അതുപോലെ സമീപകാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് KR മീരയുടെ ആരാച്ചാർ. KR മീരയുടെ ആരാച്ചാർ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഹാങ് വുമൺ എന്ന പേരിലാണ്. ആരാണത് പരിഭാഷപ്പെടുത്തിയത്? നോക്കിക്കേ, ജെ ദേവികയാണ് ഹാങ് വുമൺ അഥവാ ആരാച്ചാർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നോക്കിക്കേ, ജാസ്മിൻ ഡേയ്സ് അല്ലെ, നമ്മുടെ ബെന്നി ഡാനിയൽ എന്ന ബെന്യാമിന് JCB പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ജാസ്മിൻ ഡേയ്സ്. ആരാണ് ജാസ്മിൻ ഡേയ്സ് വിവർത്തനം ചെയ്തത്? നോക്കിക്കേ, ഷെഹനാസ് ഹബീബാണ് കേട്ടോ. ഷെഹനാസ് ഹബീബാണ് ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അതുപോലെ എ പ്രിഫേസ് ടു മാൻ ആരുടെയാണ്? സുഭാഷ് ചന്ദ്രന്റെയാണ്. മനുഷ്യന് ഒരു ആമുഖം എന്ന നോവൽ സമീപകാലത്ത് ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയെടുത്ത നോവൽ എന്ന ഖ്യാതിയും ഏത് കൃതിക്ക് തന്നെയാണ്? നമ്മുടെ മനുഷ്യന് ഒരു ആമുഖത്തിന് തന്നെയാണ്. മനുഷ്യനൊരാമുഖം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഫാത്തിമ ഈവിയാണ്. കിട്ടിയല്ലോ. വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയവരെയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്, ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന ചലച്ചിത്രത്തിന് ആധാരമായ കഥ രചിച്ചത് ആരാണ്? സക്കറിയ എന്ന പോൾ സക്കറിയയാണ്. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കൂടിയായ സക്കറിയയാണ്. ഏതാണ് അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര്? ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും എന്ന നോവലാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഏത് സിനിമയാക്കിയത്? വിധേയൻ എന്ന സിനിമയാക്കിയത്. തൊമ്മിക്കുഞ്ഞും അതുപോലെ ഭാസ്കര പട്ടേലറുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഓക്കെ, മതിലുകൾ അല്ലെ, അടൂർ ഗോപാലകൃഷ്ണന്റെ ബഷീറിന്റെ മതിലുകൾ എന്നാണ് പുസ്തകത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. മതിലുകൾ എന്ന നോവൽ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അത് സിനിമയാക്കിയത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും മമ്മൂട്ടിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ബഷീറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. നായികയെ നമുക്ക് രംഗത്ത് കാണാൻ സാധിക്കില്ല. ശബ്ദത്തിലൂടെ നമുക്ക് സുപരിചിതയായ നാരായണി എന്ന കഥാപാത്രം ശബ്ദം കൊടുത്തിരിക്കുന്നത് KPSC ലളിതയാണ്. പിന്നെയോ നോക്കിക്കേ, നിർമാല്യം MT വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യമാണ്. അരനൂറ്റാണ്ട് മുമ്പ് തിയേറ്ററിലെത്തിയ നിർമാല്യം MT സംവിധാനം ചെയ്ത പ്രഥമ ചിത്രമാണ്. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, MT വാസുദേവൻ നായർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം? ഉത്തരം നിർമാല്യമാണ്. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയിൽ നിലയുറപ്പിച്ച ശേഷമാണ് MT സംവിധാന രംഗത്തേക്ക് പ്രവേശിച്ചത്. പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം, നിർമാല്യം എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ ഏത്? മറക്കരുതേ, പള്ളിവാളും കാൽച്ചിലമ്പും. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയാണ് MT വാസുദേവൻ നായർ നിർമാല്യം എന്ന പേരിൽ സംവിധാനം ചെയ്തത്. അന്ന് അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നില്ലെങ്കിലും പിൽക്കാലത്ത് അതിൽ ദൈവനിന്ദ വരെ ആരോപിക്കപ്പെടുകയുണ്ടായി. കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നമുക്കറിയാം PJ ആന്റണിയാണ്. PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, ഭരത് പുരസ്കാരം നേടിക്കൊടുത്ത കൃതി കൂടിയാണ്, അല്ലെങ്കിൽ സിനിമ കൂടിയാണ് നിർമാല്യം. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിർമാല്യത്തെ കുറിച്ച് പറയാനുള്ളത്. നോക്കിക്കേ, അടുത്തത് തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി 1965 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ചെമ്മീൻ. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്, ചെമ്മീനിന്റെ തിരക്കഥ രചിച്ചത് ആരാണ്? പലരും രാമു കാര്യാട്ട്, തകഴി ശിവശങ്കരപിള്ള എന്നൊക്കെ വിചാരിക്കും. അല്ല കേട്ടോ, SL പുരം സദാനന്ദനാണ് ചെമ്മീനിന്റെ തിരക്കഥ രചിച്ചിട്ടുള്ളത്. മധു, സത്യൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഷീല, SP പിള്ള, അടൂർ ഭവാനി, ഫിലോമിന എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. അതുപോലെ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? ചെമ്മീൻ തന്നെയാണ്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ അതിനു മുമ്പ് മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്, നീലക്കുയിൽ എന്ന P. ഭാസ്കരൻ സിനിമയിലൂടെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അധര വ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അധര വ്യായാമം പ്രയോജനമില്ലാത്ത സംസാരമാണ്.
ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, കേൾക്കുന്ന നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആകെക്കൂടെ പ്രയോജനമുള്ളത് എൻ്റെ ചുണ്ടിന് ഒരു എക്സർസൈസ് കിട്ടുന്നു എന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെങ്കിൽ അത്തരം സംഭാഷണങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? അധര വ്യായാമങ്ങൾ എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ശൈലികൾ പരിശോധിക്കാം. നോക്കിക്കേ, പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് ഊഴിയം നടത്തുക. എന്താണ് ഊഴിയം നടത്തുക എന്ന് പറഞ്ഞാൽ? ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്നതിനെയാണ് ഊഴിയം നടത്തുക എന്ന് പറയുന്നത്. കാലം തെറ്റി പ്രവർത്തിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്നതാണ്. അതുപോലെ കാക്കക്കുളി, തിടുക്കത്തിൽ കൃത്യം നിർവഹിക്കുന്നതിനെയാണ് ഞാനൊരു കാക്കക്കുളി കഴിച്ചിട്ട് ഇറങ്ങിയതാണ് എന്നൊക്കെ പറയുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം ഇതാണ്, പർവ്വതത്തിന്റെ പര്യായങ്ങൾ മാത്രമടങ്ങിയ ഗണം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നഗം, അചലം, ഗിരി, ഭൂതരം, ശൈലം. ഇതിലെല്ലാം തന്നെ പർവ്വതത്തിന്റെ പര്യായങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അദ്രിപർവ്വതമാണ്, ശൈലി പർവ്വതമാണ്, ഗിരിപർവ്വതമാണ്. പക്ഷേ ലലാമവും അതുപോലെ ആഹവും എന്തല്ല? പർവ്വതത്തിന്റെ പര്യായം അല്ല. അടവി കാടിന്റെ പര്യായമാണെങ്കിൽ കാന്താരവും കാടാണ്. നഗം, അചലം, ശൈലം അത് മൂന്നും പർവ്വതത്തിന്റെ തന്നെ പര്യായമാണ്. ദ്രുമം, ഭൂതരം. ദ്രുമം എന്തല്ല? പർവ്വതത്തിന്റെ പര്യായമല്ല. പിന്നെയോ മയൂഖം പർവ്വതത്തിന്റെ പര്യായമല്ല. ഭൂതരം, ശൈലം, അചലം ഇതൊക്കെ എന്ത് തന്നെയാണ്? പർവ്വതത്തിന്റെ തന്നെ പര്യായ പദങ്ങളാണ്. അപ്പോൾ പർവ്വതത്തിന്റെ അല്ലാത്ത ചില വാക്കുകൾ നമ്മളിവിടെ പരിചയപ്പെടുന്നുണ്ട്. ആ വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ലലാമം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടയാളം അല്ലെങ്കിൽ കൊടിമരം എന്നാണ് ലലാമം എന്ന വാക്കിന്റെ അർത്ഥം. അചലം എന്ന് പറഞ്ഞാൽ അചലം പർവ്വതത്തിന്റെ തന്നെയാണ് അല്ലെ. അചലം ഇവിടെ തെറ്റിക്കേറി വന്നതാണ് കേട്ടോ. അചലം എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്. ആഹവം എന്ന വാക്കിന് യുദ്ധം അല്ലെങ്കിൽ യാഗം എന്നാണ് അർത്ഥം. മയൂഖം എന്ന് പറഞ്ഞാൽ രശ്മി, സൺലൈറ്റ് എന്നാണ് പ്രയോഗത്തിനർത്ഥം. പിന്നെ ഇവിടെ അടവിയും കാന്താരവും എന്തിന്റെ പര്യായ പദങ്ങളാണ്? അടവിയും കാന്താരവും കാടിന്റെ പര്യായ പദങ്ങളാണ് കേട്ടോ. കാട് എന്നാണ് പ്രയോഗത്തിനർത്ഥം. അപ്പോൾ പൂർണ്ണമാകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ശ്രദ്ധിച്ചു വായിച്ചാൽ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അതാണോ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്? അല്ല. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ നാടകങ്ങളിലൂടെ അദ്ദേഹം ചെയ്തത് നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയായിരുന്നു. ഓക്കെ. ലോക പ്രശസ്തമായ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പ്രശസ്തനായ സാമൂഹിക നവോത്ഥാന നായകനും നാടകകൃത്തും ഉപന്യാസകാരനുമായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട് എന്ന വെള്ളത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമൂഹത്തിലെ, അതായത് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ പുറത്തു കാട്ടുകയാണ് അദ്ദേഹത്തിന്റെ പല കൃതികളിലൂടെയും ചെയ്തിട്ടുള്ളത്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നാടകം, മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം, ഒരു മറിയാമ്മ നാടകം കഴിഞ്ഞാൽ അല്ലെ പിന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതിന്റെ രചയിതാവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. സാമൂഹിക നവോത്ഥാന നായകരിൽ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് വന്നത് ഒന്ന് പരിശോധിക്കാം. 1931 അദ്ദേഹം കേരളത്തിന്റെ വടക്കേ അറ്റം വരെ ഒരു യാചനയാത്ര നടത്തി. ചേരുംപടി ചേർക്കുകയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് യാചനയാത്ര ആരുമായി ബന്ധപ്പെട്ടതാണ്? ഇത് വി.ടി. ഭട്ടതിരിപ്പാട് 1931 നടത്തിയതാണ്. തൃശ്ശൂരിലെ നമ്പൂതിരി മഠത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ധനശേഖരണാർത്ഥം നടത്തിയതായിരുന്നു ആ യാത്ര. വി.ടിയെ സംബന്ധിച്ചിടത്തോളം ധനശേഖരണത്തിലുപരി ഒരു ആധ്യാത്മിക വിപ്ലവമായിരുന്നു ഉദ്ദേശ്യം. ഒരു മഹത്തായ സന്ദേശത്തിന്റെ പ്രചരണമാണ് അദ്ദേഹം ഇതുകൊണ്ട് സാധിച്ചത്. 1929 ഡിസംബർ 24 യോഗക്ഷേമ സഭയുടെ 22ാം വാർഷികത്തിൽ തൃശ്ശൂരിൽ എടക്കുന്നിയിലായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ ആദ്യ അവതരണം. പരസ്പര ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നത്? ഇത് രണ്ടും പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യമായിട്ട് അരങ്ങേറിയ വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1929 ക്രിസ്മസ് രാവിലാണ് ഇത് അരങ്ങേറിയത്. തൃശ്ശൂരിൽ യോഗക്ഷേമ സഭയുടെ 22ാം വാർഷികത്തിലാണ് അരങ്ങേറിയത്.
പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ്? ഓട്ടം, നടത്തം, പഠിത്തം, അത് മൂന്നും ക്രിയകൾക്ക് ഉദാഹരണമാണ്. കേമത്വമാണ് എന്തിന് ഉദാഹരണം? തദ്ധിതത്തിന് ഉദാഹരണം. നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ നിർമ്മിച്ചെടുക്കുന്ന പദങ്ങളെയാണ് എന്തു പറയുന്നത്? തദ്ധിതം എന്ന് പറയുന്നത്. ദശരഥനിൽ നിന്ന് ദാശരഥി, ബുദ്ധിയിൽ നിന്ന് ഭൗതികം, വർഷത്തിൽ ഭവിക്കുന്നത് അല്ലെ, വർഷം എന്ന വാക്കിൽ നിന്ന് വാർഷികം, മൃദുവിൽ നിന്ന് മൃദുത്വം, വ്യാകരണത്തിൽ നിന്ന് വൈയാകരണൻ, ഇതൊക്കെ തന്നെയും എന്തിനുദാഹരണങ്ങളാണ്? തദ്ധിതത്തിന് ഉദാഹരണങ്ങളാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശരിയായ വാക്യം ഏതായിരുന്നു? മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ബാക്കിയുള്ളതിലെ തകരാറ് നോക്കിക്കേ. ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ, അപ്പോൾ ഭാര്യയുടെ അനുവാദം ചോദിച്ചിട്ടാണ് നമ്മുടെ വാസുദേവൻ മരണമടഞ്ഞത് എന്ന് തോന്നിപ്പോകും. അതാണോ സംഭവിച്ചത്? അല്ല, മാത്യുവിന് കണ്ണുവെച്ചു കൊടുക്കുന്നതിലാണ് ഭാര്യയുടെ സമ്മതം തേടിയിട്ടുള്ളത്. അതുപോലെ ഓപ്ഷൻ ബി നോക്കിക്കേ. മാത്യുവിന് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ. വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നു. അതായത് മരണമടഞ്ഞ എന്നുള്ളതിന് ഭാര്യയുടെ സമ്മതം, അവിടെയാണ് പ്രശ്നം വരുന്നത് അല്ലെ. ആരുടെങ്കിലും സമ്മതത്തോടെ മരിച്ചതല്ലല്ലോ. പിന്നെ ശരിയായ പ്രയോഗം മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു. അത് ശരിയാണ് അല്ലെ. പിന്നെ വാസുദേവന്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെ. ഭാര്യ മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സമ്മതം ചോദിക്കാനാകുക? അതുപോലെ തന്നെ വാസുദേവന്റെ കണ്ണുകൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കെ തന്നെ മാത്യുവിന് വച്ചു കൊടുക്കാനാകുന്നത്? അങ്ങനെ ചില ഘടനാപരമായ തകരാറുകൾ ഓപ്ഷൻ എയിലും ബിയിലും ഡിയിലും കാണാൻ സാധിക്കും. ഓപ്ഷൻ സി ആണ് ശരിയായ പ്രയോഗം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി, ഏറ്റവും ഒടുവിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? SK വസന്തനാണ് കേട്ടോ. SK വസന്തനാണ് ഒടുവിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ട് കൊടുക്കുന്ന പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. നോക്കിക്കേ, 2020 മോസ്റ്റ് റീസെന്റ് 4 ഇയേഴ്സ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പുരസ്കാരം പഠിക്കുമ്പോൾ അവസാനത്തെ 4 വർഷം ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് 2020 മുതലുള്ളവരെ നമ്മൾ അറിഞ്ഞിരിക്കണം. 2020 സക്കറിയ എന്ന പോൾ സക്കറിയയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. നമ്മുടെ ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും അല്ലെ എന്ന നോവൽ എഴുതിയ, അതാണ് പിൽക്കാലത്ത് അടൂർ ഗോപാലകൃഷ്ണൻ വിധേയൻ എന്ന സിനിമയാക്കിയത് എന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2021 കൂമൻകൊല്ലിയുടെ കഥാകാരിയായ P. വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 സേതു എന്ന സേതുമാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ 2023 വസന്തൻ മാഷ് SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇത് ഓർത്തു വയ്ക്കാനുള്ള എളുപ്പവഴിയൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. അച്ഛൻ 20 ചക്ക വത്സലയ്ക്കും കൊടുത്തു, 22 സീതപ്പഴം വാസന്തിക്കും കൊടുത്തു അല്ലെ. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരം. 20 ചക്ക, അതായത് 2020 സക്കറിയയ്ക്കാണ് ലഭിച്ചത്. പിന്നെ അടുത്ത വർഷം വത്സലയ്ക്കും 21 P. വത്സലയ്ക്ക്. പിന്നെ 22 സീതപ്പഴം 2022 ആർക്കാ കിട്ടിയത്? സേതുവിനാണ് കിട്ടിയത്. പിന്നത്തെ വർഷം വാസന്തി, അതാരാ? SK വസന്തനാണ് ലഭിച്ചത്. ഓർത്തു വെക്കാനുള്ള എളുപ്പവഴിയാണ്. നമ്മളിവിടെ യൂട്യൂബില് അല്ലെ ഒരു കഥ സൊല്ലട്ടുമ എന്ന അധ്യായത്തിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം മറക്കരുതേ. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 2020 പോൾ സക്രിയ, 21 P. വത്സല, 22 സേതു, 23 SK വസന്തൻ. വ്യക്തമായല്ലോ. അടുത്ത ചോദ്യം ഇതായിരുന്നു. NN കക്കാട് എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയ വ്യക്തി ആരാണ്? NN കക്കാട്, നാരായണൻ നമ്പൂതിരി കക്കാട് എന്ന NN കക്കാട്. സഫലമീ യാത്ര എന്ന അദ്ദേഹത്തിന്റെ കവിത വളരെ പ്രസിദ്ധമാണ്. ആർദ്രമീ ധനുമാസ രാവുകളിലൊന്നിൽ എന്നാരംഭിക്കുന്ന സഫലമീ യാത്ര രചിച്ച NN കക്കാട്, നാരായണൻ നമ്പൂതിരി കക്കാടാണ് ശരിയായ ഉത്തരം. പിന്നെ ഇതുപോലെ ചില തൂലികാ നാമങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രേംജി ആരാണ്? MP ഭട്ടതിരിപ്പാടാണ്. അഭയദേവ് എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്നത് അയ്യപ്പൻ പിള്ളയാണ്. ആനന്ദ്, നോവലിസ്റ്റായ ആനന്ദ്, യഥാർത്ഥ പേര് P. സച്ചിദാനന്ദൻ.
നിരൂപകനായ ആഷാ മേനോൻ, ശരിയായ പേര് കെ ശ്രീകുമാർ എന്നാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് വിലാസിനി, ശരിയായ പേര് MK മേനോൻ എന്നാണ്. കാക്കനാടൻ, നമ്മുടെ ജോർജ് വർഗീസ് കാക്കനാടൻ എന്ന കാക്കനാടൻ, അദ്ദേഹത്തിൻ്റെ നോവലുകൾ വളരെ പ്രസിദ്ധമാണ്. പിന്നെ കുറ്റിപ്പുഴ, നിരൂപകനായ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നുള്ളതാണ് ശരിയായ പേര്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒന്ന്, കോവിലൻ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയിട്ടുള്ളത് ആരാണ്? കോവിലൻ VV അയ്യപ്പനാണ്. അതുപോലെ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കട്ടക്കയമാണ്. കട്ടക്കയം ചെറിയാൻ മാപ്പിള, ശ്രീയേശു വിജയം എഴുതിയ ചെറിയാൻ മാപ്പിള, കട്ടക്കയം. കേസരി A ബാലകൃഷ്ണപിള്ള, കേസരി എന്ന പേരിൽ 2 പേര് സാഹിത്യരചന നടത്തിയിട്ടുണ്ട് കേട്ടോ. കേസരി ഒന്ന് A ബാലകൃഷ്ണപിള്ള, നിരൂപകനും അതുപോലെ വിവർത്തകനുമായ പരിഭാഷകനുമായ കേസരി A ബാലകൃഷ്ണപിള്ള. അതുപോലെ കേസരി എന്ന തൂലികാനാമത്തിൽ തന്നെ സാഹിത്യരചന നടത്തിയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ആര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, അദ്ദേഹവും കേസരി എന്ന പേരിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സാഹിത്യരചന നടത്തിയിട്ടുള്ളത്. പിന്നെ ആരാ ഉള്ളത്? മൂലൂര് A പരമേശ്വര പണിക്കരാണ്. സഞ്ജയൻ, ഹാസ്യ സാഹിത്യകാരനായ സഞ്ജയൻ M രാമുണ്ണി പണിക്കർ. ഇതിലൊരു പിശക് സംഭവിച്ചിട്ടുണ്ട്. M രാമുണ്ണി പണിക്കരല്ല, MR നായരാണ് സഞ്ജയൻ. മാണിക്കോത്ത് രാമുണ്ണി നായരാണ് കേട്ടോ, മാണിക്കോത്ത് രാമുണ്ണി നായർ. മാണിക്കോത്ത് രാമുണ്ണി നായർ എന്ന MR നായർ, അദ്ദേഹമാണ് സഞ്ജയൻ എന്ന തൂലികാനാമം സ്വീകരിച്ചിരുന്നത്. സഞ്ജയൻ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ ഇന്ദുചൂടൻ, KK നീലകണ്ഠനാണ് ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്നത്. ഇന്ദുചൂടനും നീലകണ്ഠനും മോഹൻലാലിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണല്ലോ. ആ നിലയ്ക്ക് ഓർത്തുവെക്കുക. നരസിംഹത്തിലെ കേന്ദ്ര കഥാപാത്രം ഇന്ദുചൂടനാണെങ്കിൽ ദേവാസുരത്തിൽ അല്ലെ മംഗലശ്ശേരി നീലകണ്ഠനെ നമ്മൾ കാണും. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്നത് ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ്. NN കക്കാട്, നാരായണൻ നമ്പൂതിരി കക്കാട്. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്നത് KM മാത്യു ആണ്. കബീർ ദാസ് ആരാണ്? KT മുഹമ്മദ് ആണ്. കാക്കനാടൻ, ജോർജ് വർഗീസ് കാക്കനാടൻ. കേരളൻ ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. തിക്കോടിയൻ P കുഞ്ഞനന്ദൻ നായരാണ്. തിക്കോടിയൻ എന്ന P കുഞ്ഞനന്ദൻ നായർ. ഓക്കെ, അപ്പോൾ ഇത്രയും തൂലികാനാമങ്ങൾ ഓർത്തു വെക്കണേ. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ, ഈ ദിവസം അവസാനിക്കുന്നതിന് മുൻപ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ള വിശദാംശങ്ങളും വിശദീകരണങ്ങളും നിങ്ങൾ മനഃപ്പാഠമാക്കും എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ചോദ്യ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ പരീക്ഷയുടെ മാർക്ക് നിങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേരാകട്ടെ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ചോദ്യ പേപ്പർ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം പറയാനാകുന്നത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് അവസാനിക്കുന്നു. മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.